ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസ് കണ്ടിട്ട് എന്നോട് ചോദിച്ച ഒരു സംശയത്തിനുള്ള ഉത്തരമാണ്. അതായത് ഇൻട്രാ ഹെപ്പാറ്റിക് പ്രഗ്നൻസി, കരളിനകത്ത് ഗർഭം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഫേക്ക് ന്യൂസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ എക്ടോപിക് പ്രഗ്നൻസി അഥവാ ഗർഭപാത്രത്തിന് ഔട്ട്സൈഡ് ആയിട്ട് വെളിയിൽ വളരുന്ന പ്രഗ്നൻസിയെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടാൽ മതി. അതായത് യൂഷ്വലി ഗർഭധാരണം നടക്കുന്നത് അണ്ഡവാഹിനി കുഴലുകളിലാണ്. അത് സീലിയയുടെ പ്രവർത്തനം വഴി പതുക്കെ നീങ്ങി ഗർഭപാത്രത്തിലോട്ട് പോവുകയും അവിടെ പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ട്യൂബിൽ തന്നെ വളരുകയാണെങ്കിൽ നമ്മളതിന് ട്യൂബൽ എക്ടോപിക് എന്ന് പറയും. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്ടോപിക് പ്രഗ്നൻസി. ഗർഭപാത്രത്തിന് വെളിയിൽ ട്യൂബിൽ അല്ലാതെ വരാവുന്ന വളരെ റെയർ ആയിട്ടുള്ള സൈറ്റ്സ് ആണ് അണ്ഡാശയം അഥവാ ഓവറി, സെർവിക്സ് അഥവാ ഗർഭാശയഗളം, അബ്ഡോമിനൽ പ്രഗ്നൻസി വയറിനകത്ത് വളരുക, ലിവറിൽ വളരുക തുടങ്ങിയത്. വളരെ അപൂർവമായി ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് കേസുകൾ, ഏകദേശം 21 കേസുകളോ മറ്റേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അതായത് പ്രഗ്നൻസി വളർച്ച പൂർത്തിയായി പ്രസവിക്കുന്ന കേസ് വളരെ വളരെ അപൂർവവും അമ്മയുടെ ജീവന് അപകടവുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ഏർലി ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏർലി ആയി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വയറ് തുറന്ന് ആ ഗർഭം നമുക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള അപൂർവമായ ഒരു കേസിൽ ഗർഭപാത്രത്തിന് വെളിയിൽ ലിവറിൽ വളർന്ന പ്രഗ്നൻസി ടേം ആയിട്ട് ഡെലിവർ ചെയ്ത ശേഷം മറുപിള്ള അവിടെ തന്നെ നശിക്കാൻ വേണ്ടി ലീവ് ചെയ്ത ഒരു കേസ് ലിറ്ററേച്ചറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.